ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക. എന്തൊക്കെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അവയുടെ ആൻസേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് ലിസൺ ആൻഡ് ആൻസർ എന്നുള്ളതാണ്. യുവർ ടീച്ചർ വിൽ ടെൽ യു എ സ്റ്റോറി. ടീച്ചർ നിങ്ങളുടെ അടുത്ത് ഒരു സ്റ്റോറി പറഞ്ഞു തരും, ഒരു കഥ പറഞ്ഞു തരും. ലിസൺ കെയർഫുള്ളി, അത് നന്നായിട്ട് കേൾക്കുക. ദെൻ റീഡ് ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദം. എന്നിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് അതിന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു തരുന്ന സ്റ്റോറിക്ക് അനുസരിച്ചാണ് ഫസ്റ്റത്തെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണ് രണ്ടാമത് വരുന്നത്. ഒന്നാമത്തെ ലിസണിങ് ആയിരുന്നു, രണ്ടാമത്തെ റീഡിംഗ് ആണ്. പാസേജ് തന്നിട്ടുണ്ട്. മായ ഹാഡ് എ സ്മോൾ ഗാർഡൻ ബിഹൈൻഡ് ഹെർ ഹൗസ്. മായയ്ക്ക് അവളുടെ വീടിൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. ഷീ ലവ് ടു വാട്ടർ ആൻഡ് പ്ലാന്റ്സ് എവറി മോർണിംഗ്. അപ്പോൾ എല്ലാ ദിവസവും അവൾ എന്ത് ചെയ്യും? അവൾക്ക് ഈ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ഷീ സോ എ റോസ് പ്ലാന്റ് വിത്ത് എ ന്യൂ ബഡ്. ഒരു റോസ് പ്ലാന്റിൽ ഒരു പുതിയ മൊട്ട് ഇങ്ങനെ ഉണ്ടായത് അവൾ കണ്ടു. മായ വാച്ച്ഡ് ഇറ്റ് എവറി ഡേ വിത്ത് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അവൾ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് എല്ലാ ദിവസവും അതിനെ ഇങ്ങനെ നോക്കും. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ബഡ് സ്ലോലി ബ്ലൂംഡ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ റെഡ് റോസ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ബഡ് എന്ത് ചെയ്തു? അത് വിരിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചുവപ്പ് റോസാപ്പൂവായിട്ട് മാറി. മായ ഫെൽറ്റ് വെരി ഹാപ്പി ആൻഡ് ഷൗഡ് ഇറ്റ് ടു ഹെർ മദർ. അപ്പോൾ മായക്ക് വളരെയധികം സന്തോഷം തോന്നുകയും അവൾ അത് അവളുടെ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഹെർ മദർ സ്മൈൽഡ് ആൻഡ് സെയ്ഡ്. അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വെൻ വി ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ് ദേ ഗീവ്സ് അസ് ജോയ്. നമ്മൾ പ്ലാന്റ്സിനൊക്കെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് പാസേജ്. ഇനി താഴെയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മായ ഹാവ് ബിഹൈൻഡ് ഹെർ ഹൗസ്? മായയുടെ വീടിൻ്റെ പുറകിൽ എന്താണ് ഉണ്ടായിരുന്നത്? എന്താണ്? മായ ഹാഡ് എ സ്മോൾ ഗാർഡൻ ബിഹൈൻഡ് ഹെർ ഹൗസ്. അവളുടെ വീടിൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയ ഗാർഡൻ ആണ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മായ സീ വൺ ഡേ ഇൻ ദ ഗാർഡൻ? എന്താണ് മായ ഒരു ദിവസം ആ ഗാർഡനിൽ കണ്ടത്? ഷീ സോ എ റോസ് പ്ലാന്റ് വിത്ത് എ ന്യൂ ബഡ്. അവളൊരു റോസ് പ്ലാന്റ് പുതിയൊരു മൊട്ടായിട്ട് കാണുകയാണ് ചെയ്തത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മായ ഫീൽ വെൻ ദ ബഡ് പ്ലൂംഡ് ഇൻ ടു എ റോസ്? അപ്പോൾ മായയ്ക്ക് എന്താണ് ആ ഒരു ബഡ്, ആ ഒരു മൊട്ട് പൂവായി വിരിഞ്ഞപ്പോൾ എന്താണ് തോന്നിയിട്ടുണ്ടായിരുന്നത്? മായ ഫെൽറ്റ് വെരി ഹാപ്പി. മായയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൂ ഡിഡ് മായ ഷോ ദ റോസ് ടു? ആർക്കാണ് മായ ആ ഒരു റോസ് കാണിച്ചു കൊടുത്തത്? മായ ഷൗഡ് ദ റോസ് ടു ഹെർ മദർ. അവളുടെ അമ്മക്കാണ് ആ റോസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മായാസ് മദർ സേ? അപ്പം മായയുടെ അമ്മ എന്താണ് പറഞ്ഞത്? ഹെർ മദർ സേഡ്, വെൻ വി ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ് ദേ ഗീവ് അസ് ജോയ്. നമ്മൾ എപ്പോഴാണോ പ്ലാന്റ്സിനെയൊക്കെ നന്നായിട്ട് നോക്കുന്നത്, നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നത്, അപ്പോൾ അത് നമുക്ക് സന്തോഷം തരുമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ഒരു കോംപ്രിഹെൻഷനാണ് വരാറുള്ളത്. അപ്പോൾ കൂട്ടുകാർ അത് നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ആക്ടിവിറ്റി നമ്പർ 3 ആണ് നോക്കുന്നത്. കോൺവെർസേഷൻ ആണ്. ഡ്യൂറിങ് ദ റെയിനി സീസൺ രാജു വിസിറ്റഡ് ദ അങ്കിൾസ് ഹൗസ്. ഒരു മഴയുള്ള ദിവസം രാജു അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി. അങ്കിൾ വെൽക്കംഡ് ഹിം ഹാപ്പിലി. അങ്കിൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവനെ സ്വീകരിച്ചു. ഹി ഗേവ് രാജു സം ഹോട്ട് സ്നാക്സ്. അപ്പോൾ മഴയത്താണ് പോയത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുള്ള സ്നാക്സ് അവനക്ക് കൊടുത്തു. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ അങ്കിളും രാജുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. രാജു, കം ഇൻസൈഡ് ഇയർ. രാജുവിനോട് പറയാം, രാജു ഉള്ളിലേക്ക് വായോ എന്ന് പറയാണ്. രാജു, ഈസ് ദർ എനിത്തിങ് സ്പെഷ്യൽ അങ്കിൾ? ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ അങ്കിളെ എന്ന് ചോദിക്കുകയാണ്. അപ്പം അങ്കിൾ പറയാണ്, യെസ് ഉണ്ട്. എന്താണുള്ളത്? ഐ ഹാവ് മെയ്ഡ് ഹോട്ട് പക്കോറാസ് ഫോർ യു. ഞാൻ കുറച്ച് ഹോട്ട് പക്കോറ, ചൂടുള്ള പക്കോറാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി രാജു പറയാണ്, ഐ ലവ് ഹോട്ട് സ്നാക്സ് ഓൺ റെയിനി ഡേയ്സ്. എനിക്ക് ഈ മഴയുള്ള ദിവസങ്ങളിൽ ചൂടുള്ള സ്നാക്സൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അങ്കിൾ പറയാണ്, ടേസ്റ്റ് ആൻഡ് ടെൽ മീ ഹൗ ഈസ് ഇറ്റ്? നീ കഴിക്കുക, എന്നിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയും. രാജു, പിന്നെന്താ രാജു പറയാ? ഇറ്റ്സ് വെരി ടേസ്റ്റി അങ്കിൾ. ഇത് വളരെ ടേസ്റ്റിയാണ് എന്ന് പറഞ്ഞു. അങ്കിൾ, ഐ ഓൾവേസ് വാണ്ട് യു ടു എൻജോയ് വിത്ത് യു വെൻ യു കം ഹിയർ. എനിക്ക് എപ്പോഴും ആവശ്യമാണ്, നീ ഇവിടെ എപ്പോഴാണോ വരുന്നത് അപ്പോഴൊക്കെ നല്ല എൻജോയ് ആവണം എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ആവശ്യമാണ് എന്ന് പറയാണ്. രാജു, വിൽ യു, എന്താണ് പിന്നെ ചോദിക്കുന്നുണ്ടാവുക? വിൽ യു മേക്ക് ദീസ് പക്കോറാസ് അഗെയിൻ ഫോർ മീ ടുമോറോ? നാളെ എനിക്ക് ഈ പക്കോറാസും കൂടെ ഒന്നും കൂടെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്കിൾ എന്താവും പറയാം? ഓഫ് കോഴ്സ് ഐ വിൽ. തീർച്ചയായിട്ടും ഐ വിൽ, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയാണ്.
ദെൻ അവസാനം രാജു പറയാണ് താങ്ക് യു അങ്കിൾ ഐ ലൈക്ക് യു വെരി മച്ച്. താങ്ക് യു, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയാണല്ലേ. അപ്പോൾ ഇങ്ങനെയായിരിക്കും രാജുവും അങ്കിളും തമ്മിലുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 4 ആണ്. നോട്ടീസ് 1. ഓക്കെ, എ സയൻസ് ഫെയർ വിൽ ബി കണ്ടക്റ്റഡ് ഇൻ യുവർ സ്കൂൾ ഓഡിറ്റോറിയം ഓൺ 20th September at 10 AM. പ്രിപ്പയർ എ നോട്ടീസ് ഇൻഫോമിംഗ് ദ സ്റ്റുഡൻസ് അബൌട്ട് ദ ഇവൻറ്റ്സ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ 20 സെപ്റ്റംബർ 10 മണിക്ക് ഒരു സയൻസ് ഫെയർ നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു നോട്ടീസ് കുട്ടികളെ അറിയിച്ചു കൊണ്ടൊരു നോട്ടീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹെഡിങ് നോട്ടീസ് എന്ന് കൊടുക്കാം. എ സയൻസ് ഫെയർ വിൽ ബി ഹെൽഡ് in our school auditorium on Saturday 20th September 2025 at 10 AM. അപ്പോൾ പറയാണ് നമ്മുടെ സ്കൂളിൽ സെപ്റ്റംബർ 20 സാറ്റർഡേ രാവിലെ 10 മണിക്ക് എന്താണ് ഒരു സയൻസ് ഫെയർ നടക്കുന്നുണ്ട്. വേരിയസ് മോഡൽസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് പ്രിപ്പയർഡ് ബൈ സ്റ്റുഡൻസ് വിൽ ബി ഡിസ്പ്ലേഡ്. അപ്പോൾ കുട്ടികൾ ഉണ്ടായിട്ടുള്ള മോഡൽസും അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റും ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്, അവിടെ കാണിക്കുന്നതാണ്. The aim of the fair is to encourage creativity and scientific thinking among children. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ സയൻറ്റിഫിക് തിങ്കിങ് ഒക്കെ വളർത്തുക എന്നുള്ളതാണ്. All students, teachers and parents are invited to visit the fair and make it a grand success. അപ്പോൾ കുട്ടികളും അതുപോലെ തന്നെ ടീച്ചേഴ്സും പാരൻസും ഒക്കെ വന്നിട്ട് ഈ ഫെയർ നല്ല വിജയമാക്കി തീർക്കണം എന്നാണ് പറയുന്നത്. ഫോർ രജിസ്ട്രേഷൻ ആൻഡ് മോർ ഡീറ്റെയിൽസ് സ്റ്റുഡൻസ് മേ കോൺടാക്ട് ദെയർ ക്ലാസ് ടീച്ചർ. അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷനും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓൾ ആർ ഇൻവൈറ്റഡ്, എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നോട്ടീസ് എഴുതാവുന്നതാണ്. അപ്പോൾ ഒരു നോട്ടീസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടീസിൻ്റെ ഫോർമാറ്റൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി ആക്ടിവിറ്റി നമ്പർ 5 ആണ്. ഡയറി എൻട്രി ആണ്. ദ ഫയർമാൻ ഗേവ് ആൻ അവാർഡ് ടു ദിൽന. അപ്പോൾ ഫയർമാന് ദിൽനക്ക് അവാർഡ് കൊടുത്തു. ഷീ ബിക്കെയിം വെരി ഹാപ്പി. അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. ഷീ റോട്ട് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. അപ്പോൾ അവളുടെ ആ ഒരു ഫീലിങ്സ് ഒക്കെ ഡയറിയിൽ എഴുതുകയാണ്. വാട്ട് വുഡ് ബി ഹെർ ഡയറി എൻട്രി. അപ്പോൾ എന്തായിരിക്കും അവളുടെ ഡയറി എൻട്രി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ എന്ത് വേണം? ഡേറ്റ് വേണം, അതുപോലെ തന്നെ ഡേയും വേണം. അപ്പോൾ 25th June 2025 മൺഡേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഐ ബിക്കം എ റിയൽ ഹീറോ ടുഡേ. ഇന്ന് ഞാൻ ശരിക്കും ഒരു ഹീറോ ആയിട്ട് മാറി. ദ ഫയർമാൻ ഗീവ് മി അവാർഡ് ഫോർ മൈ ബ്രേവറി. അപ്പം എൻ്റെ ധീരതയ്ക്കുള്ള അവാർഡ് ഇന്ന് ഫയർമാൻ എനിക്ക് നൽകി. ഐ ഫെൽറ്റ് വെരി ഹാപ്പി. എനിക്ക് വളരെ സന്തോഷം തോന്നി. അറ്റ് ഫസ്റ്റ് ഐ വാസ് റിയലി സ്കെയർഡ്. പക്ഷെ എനിക്ക് വളരെ പേടിയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. വെൻ മൈ മോം ഡിഡിൻ വേക്ക് അപ്പ്. എൻ്റെ അമ്മ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഐ റിമെമ്പർ വാട്ട് ഗ്രാൻഡ്മാ ടോട്ട് മീ ആൻഡ് ഐ കോൾഡ് 101. അപ്പോഴാണ് എൻ്റെ ഗ്രാൻഡ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു എമർജൻസി നമ്പർ എനിക്ക് ഓർമ്മ വന്നത്. ദ ഫയർമാൻ കെയിം ആൻഡ് ഹെൽപ്ഡ് മൈ മോം. അങ്ങനെ ഫയർമാൻ വന്നിട്ട് എൻ്റെ അമ്മയെ ഹെൽപ്പ് ചെയ്തു. ഐ എം സോ ഹാപ്പി ഷീ ഈസ് സേഫ് നൗ. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇപ്പോൾ അവരെന്താണ്, സേഫ് ആണ്. ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് താങ്ക്ഫുൾ. എനിക്ക് വളരെ അഭിമാനവും വളരെ നന്ദിയും ഒക്കെ തോന്നുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു പാറ്റേണിലൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ കൂട്ടുകാർ തന്നിട്ടുള്ളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാനുള്ള നിങ്ങൾക്ക് അറിയുന്ന സെൻറ്റൻസുകൾ വെച്ചിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. A+ തന്നെ കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.